വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള അതിപുരാതന ക്ഷേത്രമാണ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും ദേവീഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഇത്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റനേകം ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ ധാരാളമുണ്ട്. അതിനാൽ കേരളത്തിലെ മറ്റ് 64 കാളീക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായിട്ടാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മ ഭഗവതി ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത്. കേരളത്തെ മഹാമാരിയിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ ആണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. പതിയുടെ മരണത്തിൽ മനം നൊന്ത് മധുരാ നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദംബയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായും വിശ്വസിക്കപ്പെടുന്നു. ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച ചാമുണ്ടിയാണ് ചണ്ടമുണ്ടന്മാരെ വധിച്ചത്. ആ ചാമുണ്ടിയാണ് തവളാട്ടുമുത്തിയായി കിഴക്കേ നടയിൽ തെക്ക് ഭാഗത്തായി കുടികൊള്ളുന്നത്. മഹാകാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുദ്രമഹാകാളി ആണ് പടിഞ്ഞാറേ നടയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ. ഇത് സംഹാരമൂർത്തിയാണ്. അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രതീകമായാണ് ആദിപരാശക്തിയുടെ ഈ ഭാവം എന്ന് വിശ്വസിക്കപ്പെടുന്നു. നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചിക തൃക്കാർത്തിക നാളിൽ ദുർഗതിദാശിനിയായ ദുർഗയായും ദേവിയെ സങ്കല്പിക്കുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ദേവീക്ഷേത്രം എന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യദേവനാണെന്ന് 108 ശിവാലയ സ്തോത്രത്തിൽ പറയുന്നു. ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാക്കുകയും അഭിഷ്ടം സാധ്യമാക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസമാണ് ഭക്തർക്കുള്ളത്. ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണിയും താലപ്പൊലി മഹോത്സവവുമാണ് ഇവിടത്തെ പ്രധാന ആഘോഷങ്ങൾ. ഭഗവതിയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസവും ഭക്തർക്കിടയിലുണ്ട്. ദുഷ്ടനായ ദാരികാസുരനിൽ നിന്നും സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത്. ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ ശിവഭൂതഗണങ്ങൾ ദേവീസ്തുതികളും ബലിയുമായി
നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച് ദേവി സന്തുഷ്ടയായെന്നുമാണ് വിശ്വാസം. ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ശ്രീകുറുമ്പക്കാവിലെ ഭരണിയും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും എന്നാണ് ഐതിഹ്യം. ശുംഭ-നിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാദികളെ വധിച്ചതിൻ്റെ വിജയാഘോഷം ഭൂതഗണങ്ങൾ നടത്തിയതിൻ്റെ പ്രതീകമായിട്ടാണ് വെളിച്ചപ്പാടന്മാരുടെ കോമരം തുള്ളൽ. ചുവന്ന പട്ടുടുത്ത് വാളും അരമണിയും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ ഭക്തർ 2 മുട്ടുവടി കൊണ്ട് താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് 3 വലം വെച്ച് ചെമ്പോല തകിടുകളിൽ അടിച്ചും വിജയത്തിൻ്റെ പ്രതീകമാക്കുന്നു. ഭരണി മഹോത്സവത്തെക്കുറിച്ച് വിശദീകരണം അടുത്ത വീഡിയോയിൽ കേൾക്കാം. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശിവപ്രതിഷ്ഠ. നിർമ്മാണ ശൈലി അനുസരിച്ച് ശിവക്ഷേത്രത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കാണുന്നു. ശിവൻ്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടതാണ് മണ്ഡപത്തിൻ്റെ നിർമ്മാണ രീതി. തിടപ്പള്ളി, വലിയ ബലിക്കല്ല്, നാലമ്പലം, ആനപ്പന്തൽ, മണ്ഡപം, വലികൽപ്പുര, ഗണപതി പ്രതിഷ്ഠ, സപ്തമാതൃക്കൾ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിൻ്റെ ശില്പശാസ്ത്രവിധി പ്രകാരമാണ്. ശിവൻ്റെ ശ്രീകോവിലിന് നേർക്കാണ് മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മുഖമണ്ഡപത്തിൻ്റെയും വലികൽപ്പുരയുടെയും തട്ട് നവഗ്രഹങ്ങൾ കൊത്തിയ ഒറ്റപ്പലകയിൽ തീർത്തതാണ്. മണ്ണുത്തരം, ചിറ്റുത്തരം മുതലായവയിൽ രാമായണം, മഹാഭാരതം എന്നിവയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ കരിങ്കൽ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളും കാണാം. ശ്രീകോവിലിൻ്റെ കിഴക്കു ഭാഗത്ത് ഒരു രഹസ്യ അറയാണ്. ആ അറയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാതിലുണ്ട്. അതിൻ്റെ മുഖം ശ്രീകോവിലിലേക്ക് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഈ കവാടം എല്ലായ്പ്പോഴും ചുവന്ന പട്ട് വിരിച്ച് മൂടിയിരിക്കും. രഹസ്യ അറയ്ക്ക് ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നു. പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരു ചക്രവും ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും ഒപ്പം സംഹാരമൂർത്തിയായ രുദ്രമഹാകാളിയുടെ പ്രതിഷ്ഠയും ഈ രഹസ്യ അറയിൽ ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ക്ഷേത്രത്തിലെ ശിവൻ്റെ നടയ്ക്കുള്ള മണ്ഡപത്തിൻ്റെ വടക്കേ അറ്റത്തായി നാലമ്പലത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് 2 നിലയുള്ള പള്ളിമാടം. നിത്യേന വിളക്കുവയ്പ് നടത്തുന്ന പള്ളിമാടത്തിലാണ് ഭഗവതിയുടെ പള്ളിവാളും ചിലമ്പും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പരമാധികാരി വലിയ തമ്പുരാനോ അമ്പ തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്തോ കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഒരു സന്തതിയെ 1-ാം പിറന്നാളിന് രുദ്രമഹാകാളിക്ക് മുന്നിൽ അടിമ കിടത്താൻ കൊണ്ടുവരുമ്പോഴോ മാത്രമേ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളൂ. തമ്പുരാനോ തമ്പുരാട്ടിയോ നടയ്ക്കൽ എത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറേ നടയ്ക്കൽ സ്ഥാപിച്ചിട്ടുള്ള മണി 5 പ്രാവശ്യം മുഴങ്ങും. ഈ അവസരത്തിൽ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നടയുടെ വലത്തെ കതക് മാത്രം തുറന്നു കൊടുക്കും. തമ്പുരാൻ നമസ്കരിച്ച് എഴുന്നേൽക്കും മുമ്പ് നട അടച്ചു കഴിയും. ശ്രീ മഹാദേവൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ശിവന് പ്രത്യേക ഉത്സവങ്ങളും ധ്വജപ്രതിഷ്ഠയും ഇല്ല. ദേവിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ശിവക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുമാണ് സപ്തമാതാക്കൾ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി എന്നീ
7 ദേവിമാരെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദേവീക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വടക്കേ നടയിൽ കിഴക്കോട്ട് അല്പം നീങ്ങിയാണ് ക്ഷേത്രപാലകൻ്റെ പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകൻ ആയിട്ടാണ് സങ്കല്പം. ശിവചൈതന്യം നിറഞ്ഞ മൂർത്തിയാണ് ക്ഷേത്രപാലകൻ. 12 അടിയോളം ഉയരമുള്ള പ്രതിഷ്ഠയാണ് ഇത്. ക്ഷേത്രപാലകൻ്റെ നടയ്ക്ക് മുന്നിലുള്ള കല്ലിലാണ് മുട്ടിറക്കുന്നതിനുള്ള നാളികേരം ഉടയ്ക്കുന്നത്. ദേവീക്ഷേത്രത്തിലേക്കുള്ള തുലാഭാരവും ക്ഷേത്രപാലകൻ്റെ നടയിലാണ് നടത്തിവരുന്നത്. ക്ഷേത്രപാലകൻ്റെ പ്രത്യേക വഴിപാട് ചമയമാണ്. ക്ഷേത്രം കുലവാഴ, കുരുത്തോല, കരിക്കിൻ കുല എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും ദേവീക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രപാലൻ്റെ തൃപ്പടീരം എറിഞ്ഞ് ഉടയ്ക്കുകയും ശേഷം ചുറ്റുന്ന വസ്ത്രം ഉടുപ്പിക്കും. മുഖത്ത് ചന്ദനം ചാർത്തി തണ്ണീരാമൃതം നിവേദ്യം ചെയ്യും. ഇതിനെയാണ് ചമയം എന്ന് പറയുന്നത്. കാവൽ ദൈവമായ ക്ഷേത്രപാലൻ കാലഭൈരവൻ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവക്ഷേത്ര നടയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് തവിളാട്ടുമുത്തി അഥവാ തവിളാട്ടു ഭഗവതി കുടികൊള്ളുന്നത്. മേൽക്കൂരയോ ചുറ്റുമതിലോ ഇല്ല. തവിട് കൊണ്ട് ഒഴിഞ്ഞിടുകയാണ് പ്രധാന വഴിപാട്. തവിളാട്ടുമുത്തിക്ക് തവിട് ആടിക്കാം എന്ന വഴിപാട് നേർന്നാൽ രോഗങ്ങളും വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. പടിഞ്ഞാറേ നടയിലാണ് വസൂരിമാലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദേവീഭക്തയായി മാറിയ ദാരികൻ്റെ പത്നി മനോദരി ആണിതെന്ന് ഐതിഹ്യം. വടക്കോട്ട് ദർശനം. ഈ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. വിഗ്രഹത്തിന് 4 അടിയോളം ഉയരമുണ്ട്. മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട്. പ്രത്യേക ക്ഷേത്രമുണ്ടെങ്കിലും നിത്യപൂജയില്ല. പകരം സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിൽ പ്രത്യേക പീഠത്തിൽ വസൂരിമാല സങ്കല്പത്തിൽ നിത്യപൂജയും നിവേദ്യങ്ങളും നടത്തിവരികയാണ് പതിവ്. വസൂരിമാലയ്ക്കുള്ള വഴിപാട് ഗുരുതി, പത്മദളം വരച്ച് കുരുമുളക്, മഞ്ഞൾ എന്നിവ തൂക്കുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വസൂരി പോലുള്ള അസുഖങ്ങൾ വരാതെ ഇരിക്കാൻ കൂടിയാണ് വഴിപാട് നടത്തുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വസൂരിമാലയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദാരികൻ്റെ വധം ഉറപ്പായപ്പോൾ പത്നിയായ മനോദരി ശിവനെ തപസ്സു ചെയ്യുകയും വസൂരി രോഗത്തിൻ്റെ വിത്തുകൾ വരമായി വാങ്ങുകയും ചെയ്തു. മനോദരി ഇത് ആദ്യം പ്രയോഗിച്ചത് തൻ്റെ ഭർത്താവിൻ്റെ ഘാതകയായ ഭദ്രകാളിയുടെ നേർക്കാണ്. ഇതറിഞ്ഞ ശിവൻ ഖണ്ഡാകർണനെ സൃഷ്ടിക്കുകയും ഖണ്ഡാകർണൻ ഭഗവതിയുടെ രോഗം ഭേദം ആക്കുകയും ചെയ്തു. പിന്നീട് ദേവി മനോദരിയുടെ കൈയും കാലും ഛേദിക്കുകയും ആതപിച്ച മനോദരിയെ വസൂരിമാല എന്ന് പേരിട്ട് കൂടെ കൂട്ടുകയും ചെയ്തു. ദേവിയുടെ ശ്രീകോവിലിനു പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയുടെ തുടർച്ചയായി കിഴക്കു പടിഞ്ഞാറ് നീളത്തിൽ വടക്കോട് ദർശനമായി 3 നടകളിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സപ്തമാതൃക്കളായ ബ്രഹ്മാണി, മഹേശ്വരി, വൈഷ്ണവി, കൗമാരി, ഇന്ദ്രാണി, വരാഹി, നാരസിംഹി അഥവാ ചാമുണ്ഡി എന്നീ ദേവികളെയും അംഗരക്ഷകരായി ഗണപതി, വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമായി നിരവധി അരയാലും പേരാലും ഉണ്ട്. ക്ഷേത്രത്തിലെ തന്ത്രികൾ താമരശ്ശേരി മേക്കാട്ടുമനയിലെ അംഗങ്ങളാണ്. നമ്പൂതിരിമാരിൽ നിന്നും അല്പം താഴെ എന്ന് കരുതുന്ന അടികൾ എന്ന പൂജാരിമാരാണ് ശാക്തേയ പൂജകൾ നിർവഹിക്കുന്നത്.
സ്വാത്വിക പൂജകൾ നടത്തുന്നത് നമ്പൂതിരിമാരാണ്. ഓത്തില്ലാത്ത നമ്പൂതിരിമാരെ പൂജയ്ക്ക് വരാറുള്ളൂ. ക്ഷേത്രത്തിൻ്റെ ചുമതല 3 മഠങ്ങൾക്കാണ്. അവമഠത്തിൽ മഠം, കുന്നത്ത് മഠം, നീരത്തും മഠം എന്നിങ്ങനെയാണ് ഈ മഠങ്ങൾ. ക്ഷേത്രത്തിലെ പല ചടങ്ങുകളിലും ആ ബ്രാഹ്മണ സമ്പർക്കമാണ് മുന്നിൽ നിൽക്കുന്നത്. ക്ഷേത്രഭരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് നിർവഹിക്കുന്നു. അടുത്ത വീഡിയോയിൽ മീനഭരണിയെക്കുറിച്ചും പ്രധാന വഴിപാടിനെക്കുറിച്ചുമുള്ള പ്രതിപാദനമാണ് നടത്താൻ പോകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.